ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കുട്ടിയാസ് വീടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എന്റെ വീടിന്റെ ചുറ്റുമുള്ള കുറച്ച് പൂക്കള്, കുറച്ച് പച്ചക്കറികള്, ബട്ടർ, റംബൂട്ടാന്, അങ്ങനെ കുറച്ചില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ബട്ടർ 2-3 പറിക്കുന്നൊക്കെ ഉണ്ട്. എന്നാ വരി നമ്മൾ കാണാലും. അതാ ബട്ടർ പറിക്കാൻ നോക്കുക, അതിന്റെ ഉള്ളിൽ വീട് കിട്ടണം. ആ രണ്ടും പോയി എത്തുന്നില്ല. ഒന്ന് താത്തി പിടിച്ചതാ. എന്താ താഴെ കുഴിയ. എന്താ കണ്ടില്ലേ, അടിപൊളി ബട്ടർ, നല്ല വലിയ ബട്ടറാ. പറിക്കട്ടെ. എന്താ സൂപ്പർ ബട്ടർ. ഇതാ 3 ബട്ടറേ പറിച്ചുള്ളൂ. ഒന്ന് കൈകൊണ്ട് തന്നെ നേരിട്ട് പറിച്ചതാ. 2 പിന്നെ ഞങ്ങൾ കവർ ഇട്ടതാ, ഒക്കെ താഴെ വീണ് പോയി. കവറിനുള്ളിൽ പെട്ടില്ല. 3 പറിച്ചുള്ളൂ. ഇത് പഴുത്തിട്ടും ഇത് ഒന്നുകൊണ്ട് തന്നെ നമുക്ക് എത്രയോ ജ്യൂസ് ഉണ്ടാക്കാം, എത്രയോ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാ ഇത്. എന്റെ റംബൂട്ടാൻ കണ്ടോ? റംബൂട്ടാന് ബട്ടറൊക്കെ നമ്മൾ പിടിപ്പിച്ചാലുണ്ടല്ലോ, ഇതിന് വലിയ അധ്വാനമല്ല. നമ്മൾ നഴ്സറി പോയിട്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി. ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഇതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. അന്നൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പൊ കൊടുക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. നട്ടിട്ട് നമ്മളതിന്റെ പുറകെ കൂടിയാലുണ്ടല്ലോ, പുറകെ കൂടിയാൽ പറഞ്ഞാൽ അങ്ങനെ വളമൊന്നും ചെയ്തില്ല. വേനൽക്കാലത്ത് നനച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടായത് ബട്ടറായത്. അല്ല, റംബൂട്ടാൻ ഇത് മഞ്ഞയാ. ഇതിനുള്ളിൽ നിറച്ച് നല്ല മാംസമുള്ള ഭാഗം നന്നായിട്ടുണ്ട്. ഈ മഞ്ഞക്ക കൂടുതലും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, മഞ്ഞക്കാണ് കൂടുതൽ. ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജൂൺ മാസാണ് നഴ്സറി പോയിട്ട് ഒരു റംബൂട്ടാൻ തൈ വാങ്ങുക, ഒരു ബട്ടറിന്റെ തൈ വാങ്ങുക. എന്നിട്ടൊന്ന് നട്ടു നോക്കി. ഒരു വീടിന്റെ സൈഡിൽ മതി, അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് വലിയ ഡ്രമ്മ് വാങ്ങിയിട്ട് അതിൽ വെച്ചാലും മതി. നല്ലൊക്കെ ഉണ്ടാവും. നമ്മളിഷ്ടത്തിന് നമുക്ക് എപ്പം ഇങ്ങനെ ഫ്രഷ് ആയത് മരുന്നടിക്കാത്ത നല്ല അടിപൊളി പറിക്കാലോ. കറ്റാർവാഴ കണ്ടോ? ഈ കറ്റാർവാഴല്ലേ നമ്മൾ ചെടി നടുന്നവരൊക്കെ കറ്റാർവാഴ പിടിപ്പിക്കണം. കറ്റാർവാഴന്റെ ജെല്ല് ചെടിയിലങ്ങ് മുക്കിയിട്ടേ വേരിലൊക്കെ ആക്കി നട്ടുനോക്കി വേഗം പിടിക്കും. ഇതാ കറ്റാർവാഴ ഞാൻ കുറെ പിടിപ്പിച്ചിരുന്നു. ഈ തൈ വന്നാൽ ഞാൻ വീണ്ടും പിടിപ്പിക്കും. ഇതിലൊക്കെ ഇതാ ഇവിടെ ഇതാ ഒന്ന്, ഇവിടെ ഇതാ. കറ്റാർവാഴ നമുക്ക് നിർബന്ധ. എന്റെ പച്ചമുളക് തൈ കണ്ടില്ലേ, ഇതിലൊക്കെ നിറച്ചുണ്ടായത്. അപ്പം കുറച്ച് പറിച്ചെടുത്തതാ. ഇതാ ഇതെല്ലാം കേടുവന്ന് പോയിനി. വെള്ളീച്ചയൊക്കെ വന്നിട്ട് ഞാൻ മരുന്നടിച്ചതാ. ഇത് എൻ്റെ ചീരച്ചേമ്പ. എനിക്ക് ചീരച്ചേമ്പ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ചോറ് നിർബന്ധം. നല്ല ടേസ്റ്റാ. ഇത് ചീരച്ചേമ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചേമ്പാണെന്ന്. ചേമ്പൊന്നും അല്ല കേട്ടോ. ഇത് ചീരവർഗത്തിൽ പെട്ട ഒരു ചീരച്ചേമ്പാ. ഇതിന്റെ കാഴ്ചക്ക് ചേമ്പ് പോലെ ഉണ്ടായിട്ടാണ് ഇതിന്റെ പേര് ചീരച്ചേമ്പ് എന്നായത്. ഇത് ചൊറിയോന്നൊക്കെ സംശയം ഇങ്ങനെ ചോദിച്ചിരുന്നു എന്നോട്. ചൊറിയില്ല കേട്ടോ, ഒട്ടും ചൊറിയില്ല. പിന്നെ ഇതിന് വിത്തുണ്ടാവൂല. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും പുതിയ ചെടി പിന്നെ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഈ പുതിയ ചെടി ഉണ്ടാവുന്നത് വേരിൽ നിന്ന് തൈ വരുതാ. കണ്ടോ തൈ? ഇതൊക്കെ തൈ വന്നതാ. ഇതാ ഇവിടെതാ, ഇവിടെതാ ഒരു തൈ. അങ്ങനെ ഇതുണ്ടാവുക. ഇതിന്റെ കാന്താരി അതൊക്കെ എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ കാന്താരി പറിച്ചെടുക്കുക. നമ്മളെ വീടിന്റെ ചുറ്റും എല്ലാം വേണം. ഞാൻ അടുക്കള വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആക്കി മാറ്റി ആ വളത്തിലായി ഇത് നട്ടത്. പൊന്നാങ്കണ്ണി നട്ടത്. എന്നിട്ട് അതിൽ ഇടേ വന്നത് കണ്ടോ, തക്കാളി തൈ ഉണ്ടായിന്, ആരോഗ്യമുള്ള തൈ ഉണ്ടാവും. ഇതാ ഒരു മത്തൻ ഉണ്ടായിട്ടുണ്ട്. ഈ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി ഇട്ടാനുള്ള ഗുണം അത്. നല്ല ആരോഗ്യമുള്ള തൈ കിട്ടും നമുക്ക്. ഇതൊക്കെ പിരിച്ചു കുഴിച്ചിടണം. മഴ കാത്തിക്കുക. മഴ 10 ദിവസമായി മഴ തന്നെയായിരുന്നു. ഇപ്പൊ മഴ പോയിട്ട് ഭയങ്കര ചൂട്. രണ്ടാമത് മഴ പെയ്യട്ടെ എന്നിട്ട് വേണം നടാൻ.
ഇതിന്റെ വീടിന്റെ സൈഡിൽ ഞാൻ പൊന്നാങ്കണ്ണി നട്ടതാ. സ്ഥലം വേണ്ടത് നടാന്. ഇപ്പൊ ഉള്ള സ്ഥലത്ത് കെട്ടി തൂക്കിയതാ. ഇങ്ങനെ കുപ്പിയിൽ കെട്ടി തൂക്കി ഉണ്ടാക്കിയതാ. എത്ര വിളവെടുത്ത് തിന്നറിയോ. ഒരുപാട് പ്രാവശ്യം തോര ഉണ്ടാക്കിയത്. രണ്ടാമത് ഇതാ വരുന്നു. ചെറിയ കുഞ്ഞു തൈകൾ ഇങ്ങനെ വരുന്നതാ. ഇതാ അവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുറഞ്ഞ സ്ഥലമാണെങ്കിലും ഒരു ചിരട്ടയിലാണെങ്കിൽ വരെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ആ വേസ്റ്റ് ഉണ്ടായത് ഞാൻ പിരിച്ചു കുഴിച്ചിട്ടതായ ഒരു ചെറിയൊരു പോട്ടിൽ. ഇനി കൊണ്ടോണം, പുറത്തേക്ക് കൊണ്ടോണത് തോട്ടത്തിലേക്ക്. നല്ലൊരു കർമ്മൂസ് തൈ ഉണ്ടായത് കണ്ടോ. തൈ പിടുത്തം വിട്ടു. തൈന്റെ പ്രായം കഴിഞ്ഞു. ഏതിലെന്നറിയോ? ആ കമ്പോസ്റ്റ് ഇതിലിട്ടിട്ട് തൈ ഉണ്ടായതാ. ചീര. ഇത് കണ്ടോ, കുറ്റി കുരുമുളക്. ഇതാ തിരിണ്ടായി. ഇതാ കണ്ടില്ലേ, കുഞ്ഞു തൈയാന്നതിനെ കായ്ച്ചു. ഇതില് ഞാൻ അടുക്കള വേസ്റ്റ് ഇട്ടിട്ട് ഇതാ ഒരു പാവക്കന്റെ തൈ, ആരോഗ്യമുള്ള ഒരു തൈ. എന്റെ മഞ്ഞപ്പൂ ഉണ്ടായത് കണ്ടില്ലേ, എന്തൊരു ഭംഗിയാലേ കാണാന്. ഇത് ഞാന് കപ്പ ചാക്കിൽ നട്ടതാ. ആളായി വരുന്നേ ഉള്ളൂ, ഏടി എത്തിയിട്ടൊന്നുമില്ല. ഒരു മാസട്ടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നട്ടിട്ട്. ഞാൻ കാണിച്ചു തന്നതാ. ഇതൊക്കെ അപ്പം ചാക്കില. ഇതാ ചേമ്പ് എല്ലാം ചാക്കില. താന്തൂറി ഉണ്ടാകുന്ന താന്തൂറി എന്താ പൂവിടാൻ ഒരുങ്ങുന്ന് ഒരുക്കപ്പാടാ. എല്ലാ കട്ടച്ചോപ്പത്. ഇത് കൂർക്ക നടാൻ വേണ്ടിയിട്ട് 4 കൂർക്കലിന്റെ മണ്ണിലിട്ട് വെച്ചത്, ഒരു പോട്ട് എടുത്തിട്ട്. എന്നിട്ടിപ്പോ ഞാൻ 3-4 ചാക്കിലേക്കുള്ള കൂർക്കൽ ഈ തണ്ട് പൊട്ടിച്ച് നട്ടു. ശേഷം ഉണ്ടായത് നോക്ക്, ഇതുണ്ട് ഇപ്പൊ 2 ചാക്കിൽ നടാന്. അങ്ങനെ അടുപ്പിച്ച് നടണ്ടല്ലോ, കുറച്ച് വിട്ട് വിട്ട് അങ്ങ് നട്ടാ മതിയല്ലോ. നാളെ ഇത് നടണം. എന്താ പോട്ടിൽ പൊന്നാങ്കണ്ണി നട്ടതാ. ഇതെന്താന്നറിയോ, ഞാൻ അടിച്ചു വാരിയിട്ട് ഒരു മുറം പൂക്കളാ കിട്ടിയത്. താഴെ വീണ് കിടക്കുന്നത് വാടിയിട്ട്. എനിക്കങ്ങനെയാ, പൂക്കള് ഓരോ ദിവസം ഓരോ മുറ. ഇത് ഞാൻ വേസ്റ്റിലേക്ക് അങ്ങ് കൊണ്ടുപോയിടും, കരിയിലെ കമ്പോസ്റ്റിൽ കൊണ്ടുപോയിടും. എന്റെ പൂക്കളൊക്കെ പോയി, മഴയത്തെല്ലാം പോയി. രണ്ടാമത് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഇപ്പൊ മഴ വേണല്ലേ നമുക്ക്. ജൂൺ മാസം ഇനി ഇത്ര മഴ കിട്ടാനുണ്ട്. പൂക്കൾ കുറഞ്ഞാലും വേണ്ടില്ല, മഴ പെയ്യട്ടെ. ഇതെന്റെ ജെറേനിയ അങ്ങോട്ട് പൂത്താൽ ഇത്ര ദിവസം നിൽക്കുന്നറിയോ. ഇതാ ജെറേനിയ പൊട്ടിച്ചിട്ട് അങ്ങ് നട്ടാല് വേഗം മുളക്കും. മുളച്ചു കഴിഞ്ഞാൽ പൂക്കൾ നിറയുതാ. മുട്ട കണ്ടില്ലേ, നിറയെ മുട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതെന്റെ ഡെയ്സി പൂടാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. പ്രൂൺ ചെയ്ത് നിർത്തിയതാ. പൂടാൻ തുടങ്ങി. ഇത് സാൽവിയക്ക് മഴ കുറഞ്ഞു വെക്കുമ്പോ കുറച്ചൊരു വാടുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനൊന്നും അല്ല ഇതിന്റെ കളറ്. ഈ ക്യാമറയിൽ എങ്ങനെ തിരിയുന്നില്ല, നേരിട്ട് ഭയങ്കര കളറാ. ഇതങ്ങ് പൊട്ടിച്ച് നട്ടാ മതി. മഴക്കാലം വരുമ്പേ ഉഷാറിട്ടുണ്ടായിപ്പോവും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീടിന്റെ ചുറ്റുള്ള കുറച്ചൊക്കെ കണ്ടില്ലേ. വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.